ഇത് എരുത്താവൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരളത്തിലെ പളനി എന്ന് വിളിക്കുന്നതും ഇവിടെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം കളിയിക്കാവിള NH റോഡിൽ ബാലരാമപുരം ജംഗ്ഷനിൽ നിന്നും ഇടതുവശത്തുള്ള കാട്ടാക്കട റോഡിൽ കയറി 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ എരുത്താവൂർ ജംഗ്ഷനിൽ എത്താം. റോഡിനോട് ചേർന്ന് തന്നെ തുടങ്ങുന്ന ക്ഷേത്ര പടിക്കെട്ടുകൾ ഓരോന്നും കയറുമ്പോൾ തന്നെ ഓരോ പടിക്കും ഓരോ ഭക്തർ അവരുടെ നേർച്ചയായി പണി കഴിപ്പിച്ച പടിക്കെട്ടിൻ്റെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്ന ബോർഡുകളും കാണാം. ഇങ്ങേയറ്റം തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റം കിടക്കുന്ന കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിക്കുന്ന കാസർഗോഡ് ഉൾപ്പെടെ നമ്മുടെ ചെന്നൈ വരെ എത്തിയിട്ടുണ്ട് ഓരോ ഭക്തൻ്റെയും ഓരോ പടിക്കെട്ടുകൾ. എത്ര പ്രകൃതിരമണീയമായ സ്ഥലം! കയറി തുടങ്ങുന്ന പടിക്കെട്ടുകൾ ഏതാണ്ട് 300 എണ്ണത്തിനോടടുപ്പിച്ചുണ്ടെങ്കിലും വളരെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് പളനിസ്വാമിയെയും ധ്യാനിച്ച് ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഭഗവാനെ കാണുന്ന ആഘോഷത്തോടെ ആഹ്ലാദത്തോടെ നമുക്ക് അവിടെ എത്തിപ്പെടാം എന്നതാണ്. ഇതിലേതാണ്ട് 100ാമത്തെ പടിയിൽ നടന്നു കയറി എത്തുമ്പോൾ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരമ്മയുടെ ചെറിയ കടയുമുണ്ട്. പോകുന്ന പടിക്കെട്ടുകളുടെ ഇടതുഭാഗത്ത് 10ഓളം വീടുകളുണ്ടെങ്കിലും ഇവർക്ക് വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഈ കടയിലെ അമ്മയോട് സംസാരിച്ചപ്പോൾ ഇവർക്ക് കുടിവെള്ളത്തിനും വളരെ ബുദ്ധിമുട്ടാണെന്നറിയാൻ കഴിഞ്ഞു. ഏതായാലും പൂജാ സാധനങ്ങളുമായി ഞങ്ങൾ വീണ്ടും പടിക്കെട്ടുകൾ കയറി. ക്ഷേത്രമുറ്റത്ത് എത്തുന്നതിന് ഇനി 50 പടികൾ ബാക്കി നിൽക്കെ അവിടെ ഭഗവാനെ നേർച്ചയായി സമർപ്പിക്കുന്ന വെടിവഴിപാടിൻ്റെ ഒരു കെട്ടിടവുമുണ്ട്. കുത്തനെയുള്ള പടിക്കെട്ടുകളല്ലാത്തതിനാൽ കുറേശ്ശെ റെസ്റ്റ് എടുത്ത് കയറാവുന്നതേയുള്ളൂ ആർക്കും. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ശരിക്കും ഒരു മല കയറി നിൽക്കുന്നതിൻ്റെ ഫീൽ തന്നെ നമുക്ക് കിട്ടും. ചുറ്റുമുള്ള പ്രകൃതിരമണീയമായ നല്ല പച്ചപ്പിൽ കിടക്കുന്ന എരുത്താവൂർ, അവിടെ കുടികൊള്ളുന്ന ശ്രീ മുരുകസ്വാമി, മുരുകൻ്റെ പ്രധാന പ്രതിഷ്ഠയ്ക്കൊപ്പം പാർവതീദേവി, ഗണപതി, നാഗര്, നവഗ്രഹദേവന്മാർ എന്നിവരുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. കുറച്ചു കാലങ്ങളായി അമ്പലത്തിൻ്റെ പുറകുഭാഗത്തായി റോഡ് വന്നിട്ടുണ്ട്. ആ റോഡ് മാർഗവും ഇവിടേക്ക് വാഹനത്തിലേക്ക് എത്തിച്ചേരാം. അന്നദാന മണ്ഡപങ്ങൾ പോലെയുള്ള കെട്ടിടങ്ങളൊക്കെ അവിടെ ഇനിയും പണി ചെയ്ത് തീർക്കാനുമുണ്ട്. നമ്മൾ പടിക്കെട്ടുകൾ കയറുമ്പോൾ തന്നെ ചുറ്റുമുള്ള ഓരോ മരങ്ങൾക്കിടയിലും നമ്മെ ഓരോരുത്തരെയും മാറി മാറി നിൽക്കുന്ന വാനരന്മാരുണ്ട് കേട്ടോ അവിടെ. പക്ഷേ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറില്ല. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് വലം വെച്ച് തൊഴുതു നടന്ന് നീങ്ങുമ്പോൾ ഇത്രയും ശാന്തസുന്ദരമായ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച എരുത്താവൂരിനെയും അവിടെ വാണരുളുന്ന സുബ്രഹ്മണ്യനെയും അറിയാതെ പോയല്ലോ എന്നോർത്ത് മനസ്സൊന്ന് പിടയും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ക്ഷേത്രനട തുറക്കുന്നതാണ്. ഷഷ്ഠി ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതിനാൽ രാവിലെ കുറച്ച് വൈകിയേ നട അടയ്ക്കത്തുള്ളൂ. കാവടി ആഘോഷവും ഇവിടെ നടത്തപ്പെടാറുണ്ട്. നേർച്ചയായി വരുന്ന ഭക്തർക്ക് തലമുണ്ടനം ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അഗ്നി വിളയാട്ടം പോലെയുള്ള കാവടി ദേവൻ്റെ തിരുസന്നിധിയിൽ പടിക്കെട്ടുകൾ കയറി ഭഗവാനെ കാണുന്നതിൻ്റെ കുളിർമ പറഞ്ഞറിയിക്കാൻ പറ്റില്ലതാനും. നാലമ്പലത്തിനകത്ത് നിൽക്കുമ്പോൾ നിശബ്ദമായ ഓരോ ഭക്തൻ്റെ ഇടയിലും ഓരോ വാക്കുകൾ മാത്രം. ഓം വജത്ഭുവേ നമഃ. മുരുകസ്വാമിയെയും ധ്യാനിച്ച് പളനിയാണ്ടവനെയും കണ്ട് വളരെ കൺകുളിർക്കെ കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞ് ഓരോ പടിക്കെട്ടുകൾ താഴേക്കിറങ്ങുമ്പോഴും ആത്മസംതൃപ്തിയോടെ ഇനിയും ഇവിടേക്ക് എത്തണം എന്ന് വീണ്ടും വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ച് നടന്നു നീങ്ങുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സും മുഖവും നമുക്കറിയാൻ കഴിയും. ഓം വജത്ഭുവേ നമഃ. தோன்றி ஒளியாகும் வேளா வான்மேகமாய் மழையூற்றுவாயே, வாராத போதும் வரமாகும் வேளா கரம் நீட்டியே அருள் ஊற்றுவாயே, தேடாத போதே கண் முன் தோன்றுவாயே, வாடாத போதே கண்
கண்ணீராற்றுவாயே ஈராயன் தேடலோவும் காலடி நான் தேடினேனே மாறாவும் பூவடி என் கைப்பிடி தான் சேரேனோ வேலா கதிரேலா வடிவேலா இங்கு தீயோரை கழுவேற்று என் வேலையா வந்து எல்லாரை வேலேற்று என் வாழையா கண்டு கொள்ளாரை நீ மாற்று பொன் வேலையா கொண்டு செய்வோரை தினம் காக்கும் செவ்வேலையா எங்கு பார்த்தாலும் உன் உருவம் தான் வேலையா எது நடந்தாலும் உன்னாலே தான் முருகையா தேவர் குலம் பார்த்த சிறு பிள்ளை நீரானையா இன்னும் உனக்கில்லை வேறாரும் நீரே ஐயா ஆறாக பாலாக ஊற்றிட தேனாக பூமாலை சூட்டிட ஓங்கார பொன் ரூபம் பார்த்திட வந்தோமையா சாதனம் பூசிய காதலின் திருமுக தரிசனம் காணவும் வரமருள்வாயே யாகமும் தொடங்கிட மேகம் பொழிந்திட தீபத்தை